കിഡ്കിയാവിൻ്റെ സെൻസാറായിട്ട് കോൺടാക്റ്റിലുണ്ടായിരുന്നു, മെസ്സേജൊക്കെ അയക്കും, സാറിനോട് അവസരങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് സിമ്പിളായിരിക്കും, ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും. അവസാനം സെൻസാർ പറഞ്ഞു നീ 1 2 3 4 5 6 എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഒന്നാമത്തെ കാര്യം സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ലീഡ് എന്ന രീതിയിൽ സിനിമ ഇന്ത്യയും കടന്നു പോകുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ അധ്യാപകൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോകുമ്പോൾ സൻസാർ ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ. സ്ട്രഗ്ലിങ്ങിലാണ്, പക്ഷേ എൻ്റെ ഇതിപ്പം സൻസാറിൻ്റെ വർക്കാണ് ഞാനൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആദ്യത്തെ സിനിമ. ഐ നെവർ ട്രൈ ടു കോംപ്രമൈസ് ഇൻ എനി വേ. നമ്മൾ ആദ്യം ചെയ്തത് കൂടിയാട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആണ്, കപില എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററി. ഇപ്പോൾ നാഷണൽ അവാർഡ്, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വിഷൻസ് ഡുറിയിൽ ഇറ്റ് വൺ ദ സ്പെഷ്യൽ മെൻഷൻ. അപ്പോൾ ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, ഓഡീഷൻസിൽ നന്നായി ചെയ്യാൻ പറ്റി, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, വിളിക്കുമെന്ന് വിചാരിച്ചാലും ഇതെങ്ങനെയാണ് ഈ പരിപാടി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ എല്ലാ ട്രാക്കിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. കിഡ്കിയാവിൻ്റെ ഭാഗമായിട്ട് ജെഫിൻ എനിക്ക് മെസ്സേജ് അയക്കുകയും ഓഡിഷൻ ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് തരികയും ചെയ്തു. അത് ഷൂട്ട് ചെയ്ത് അയച്ചു. അപ്പം പിന്നീട് എനിക്ക് റിപ്ലൈ ഇല്ല. അപ്പം എന്നോട് ജെഫിൻ പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു ആക്ടറിനെ ചൂസ് ചെയ്യാനായിരിക്കും സാധ്യത, അതായിരിക്കും അവർക്ക് എളുപ്പം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ സജിസാറിനെ വെച്ചു, സാറേ ഞാൻ ചെയ്തത് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം, ഞാൻ തന്നെ വരാം. ഒരു ഗൊറില്ല ഷൂട്ട് പോലെ അത് നടക്കുള്ളൂ അവിടെ, കാരണം അല്ലെങ്കിൽ ആ ഒരു ഡൽഹിയുടെ ഒരു ആ ഫീൽ കിട്ടില്ല. പക്ഷെ അവിടെ ആർക്കും നമുക്ക് പനിയോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പനി ജിബു ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് മെഡിസിൻ. നോക്കാപ്പിനൊപ്പം ഇന്ന് ഗിഡ്കിഗാവിൻ്റെ വിശേഷങ്ങളുമായിട്ട് ടീമാണ് സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ, ജിതീഷ് റേച്ചൽ, ഭാനുപ്രിയ. നമസ്കാരം. ആദ്യം തന്നെ സംവിധായകനോട് ആശംസകൾ അറിയിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. ബുസാൻ വേദിയിൽ അവാർഡുമായിട്ട് വന്നിരുന്നു കേരളത്തിലേക്ക്. ഇപ്പോൾ നമുക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതാണ് കേരളത്തിലെ ഫെസ്റ്റിവൽ IFFKയിൽ ഒരു വേദി കിട്ടുക എന്നുള്ളത്. ഇത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യം തന്നെ ആശംസകൾ. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു അഭിമാനമായിട്ട് തന്നെ ആയിരിക്കത്തില്ലേ? താങ്ക് യു. ഇത് വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒന്ന് ബുസാനിൽ സെലക്ഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ സോളിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കളർ കറക്ഷൻ, സൗണ്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബുസാൻ ഫിലിം ഫെസ്റ്റിവലായിരുന്നു അതിൻ്റെ ഒരു പ്രീമിയർ ഉണ്ടായിരുന്നത്. പിന്നെ IFFKയിൽ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഞാൻ ജിതീഷിൻ്റെ അടുത്ത് പറയായിരുന്നായിരുന്നു, ഇപ്പോൾ ഏതൻ ഒരു 2018 18 ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ആണ് 30ാമത്തെ IFFKക്കാണ് ഈ ഒരു പടം വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ്, വെരി നൈസ് എക്സ്പീരിയൻസ്. വെരി ഹാപ്പി. ഭാനുപ്രിയ, IFFKയിൽ എപ്പോഴും ഡെലിഗേറ്റ് ആയിട്ടാണ് പോവാറ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ബുസാൻ വേദിയിലും ഭാനുവിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഇപ്പോൾ കരിയറിൽ എത്രത്തോളം പ്രചോദനമാണ് അത്തരത്തിലുള്ള പുരസ്കാരങ്ങളും വേദികളും എല്ലാം? ഒന്നാമത്തെ കാര്യം സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ലീഡ് എന്ന രീതിയിൽ സിനിമ ഇന്ത്യയും കടന്നു പോകുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് കണ്ടതിന് ശേഷം ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നു, ആ സന്തോഷം അവർക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയി തോന്നി. ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതവിടെ പ്രസൻറ്റ് ചെയ്തു. അതിനേക്കാളും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു അവാർഡ് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ മലയാള സിനിമയുടെ ഒരു അഭിമാനം. നമുക്ക് ഇവിടെ നിന്ന് മലയാളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സിനിമയെ കൊണ്ടുപോയതിലൊരു ഭാഗമാവുക എന്ന് പറയുന്നതാണല്ലോ വലിയ കാര്യം. ദാറ്റ് ഈസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ജിതീഷിനാണെങ്കിലും ജിതീഷിന് ഭയങ്കര പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. നമുക്ക് ഡിജിറ്റൽ ലോകത്തിന് ഒരുപാട് കണ്ടൻറ്റുകളിലൂടെ നമ്മൾ നല്ല നിലവാരമുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, അല്ലാതെയുള്ള കണ്ടൻറ്റുകളിലൂടെ കണ്ടിട്ടുണ്ട്. സിനിമകളിൽ ചെറിയ വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഗിഡ്കിഗാവിൻ്റെ ഭാഗമാവുന്നത്? എങ്ങനെയാണ് കഥാപാത്രം? എന്താണ്? കിഡ്കിഗാവിൻ്റെ സെൻസാറായിട്ട് കോൺടാക്റ്റിലുണ്ടായിരുന്നു, മെസ്സേജൊക്കെ അയക്കും, സാറിനോട് അവസരങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. നിങ്ങൾ അധ്യാപകൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോകുമ്പോൾ സൻസാർ ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ കുറച്ച് നാൾ, ഇല്ലേ, ഒരു ഫ്യൂ മന്ത്സ് ഉണ്ടായിരുന്നു. സാറിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സാർ ഇതിനു മുന്നേ ഒരു ഫിലിം പ്ലാൻ ചെയ്തില്ലായിരുന്നു, മലബാർ ബേസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഓഡിഷൻ തന്നെ ജെഫിനെ വിളിക്കുന്നത് ആ സമയത്തും. അപ്പോൾ ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. പക്ഷേ അത് ഫർദർ അത് നടന്നില്ല. പിന്നെ ഇതേപോലെ ഒരു സമയത്ത് കിഡ്കിഗാവിൻ്റെ ഭാഗമായിട്ട് ജെഫിൻ എനിക്ക് മെസ്സേജ് അയക്കുകയും ഓഡിഷൻ ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് തരികയും ചെയ്തു. അത് ഷൂട്ട് ചെയ്ത് അയച്ചു.
അപ്പം പിന്നീട് എനിക്ക് റിപ്ലൈ ഇല്ല. അപ്പം എന്നോട് ജെഫിൻ പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു ആക്ടറിനെ ചൂസ് ചെയ്യാനായിരിക്കും സാധ്യത, അതായിരിക്കും അവർക്ക് എളുപ്പം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ സഞ്ജു സാറിനെ വെച്ചു, സാറേ ഞാൻ ചെയ്തത് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം, ഞാൻ തന്നെ വരാം, അങ്ങനെ പറഞ്ഞു. സാറ് എനിക്ക് റിപ്ലൈ തന്നെന്ന് തോന്നുന്നു. പിറ്റേ ദിവസമായപ്പോൾ എന്നെ ജെഫിൻ വിളിച്ചു, ഇങ്ങനെ വരേണ്ട കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. ബാക്കി നമ്മുടെ ജിബുചേട്ടൻ സംസാരിച്ചു. അങ്ങനെയാണ് കിഡ്കി ഗാവിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സാറയും അഭിയും ആണെങ്കിൽ ഇവരെ കണ്ടവരെല്ലാവരും പറയുന്നത് ഭയങ്കര സാധാരണമായിട്ടുള്ള റോ ആയിട്ടുള്ള കഥ പറച്ചിലാണ് ഈ ഗിഡ്കി ഗാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഡൽഹി പോലെ ഒരു സ്ഥലം ഭയങ്കര പശ്ചാത്തലമായിട്ട് വന്നിരിക്കുന്നു. ശരിക്കും ഗിഡ്കി ഗാവിനെ കുറിച്ചിട്ട് എന്താണ് ശരിക്കും പറയുമോ? എന്താണ് ശരിക്കും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കഥകൾ ചില നഗരങ്ങളിൽ മാത്രം നടക്കുന്ന കഥകളാണ്. ഇപ്പോൾ ഈ ഒരു കഥ കൊച്ചിയിൽ നടക്കാൻ യാതൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ ബോംബെയിലോ അങ്ങനത്തെ. പക്ഷേ ഇത് ഡൽഹിയിൽ മാത്രമാണ് ഈ കഥ നടക്കാൻ സാധ്യത. അതാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡൽഹിയിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഡ്കി ഗാവ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സബർബ്സിലത്തെ ഒരു ഏരിയയാണ്. പക്ഷേ കുറേ കൂടിയും എക്കണോമിക്കലായിട്ടുള്ള ഏരിയയാണ്. സ്റ്റുഡൻസും ആർട്ടിസ്റ്റുകളും ഒക്കെ താമസിക്കുന്ന അത്തരത്തിലുള്ള രീതിയിലത്തെ ഒരു രസമുള്ള ഒരു ഏരിയയും ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡൽഹിയിൽ ഷൂട്ട് ചെയ്യാൻ, ഭയങ്കര ഡിഫിക്കൽട്ട് ഷൂട്ടിംഗ് ആണ്. കാരണം കേരളത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ ഒരു ഗൊറില്ല ഷൂട്ട് പോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലൊക്കേഷൻസ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഭക്ഷണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടീം എല്ലാവരും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള കാരണം വി കുഡ് ആക്ച്വലി ഈസിലി ഡു ഇറ്റ്. അപ്പോൾ എല്ലാവരും തന്നെ വളരെയധികം സഹകരിക്കുകയും ആ ഒരു മൊത്തം പ്രൊജക്റ്റിലുള്ള ഒരു ടീം വർക്ക് ഭയങ്കര രസമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഷൂട്ടിംഗ് സമയങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു നിങ്ങൾക്കും? എനിക്കൊന്ന് ഭാനുപ്രിയയ്ക്കും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അങ്ങനെ ജിതീഷിനായിരിക്കും തോന്നുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു ഷൂട്ടിംഗ്? ഷൂട്ടിനായിട്ടാണ് ആദ്യമായിട്ടാണ് ഡൽഹി കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമ പറയും പോലെ തന്നെ അതിലത്തെ ക്യാരക്ടേഴ്സ് പോലെ തന്നെ ആദ്യമായിട്ട് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അതിൽ എക്സൈറ്റ്മെന്റ് ഒന്നും ആയിരിക്കില്ല, അതിലൊരു ഭയം ഉണ്ടാവും മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഇതിലത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ആണോ? ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് രേഖേച്ചിയാണ് രേഖേച്ചി ഇങ്ങനെ പറഞ്ഞു, സഞ്ജുവേട്ടൻ ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ റെഡിയല്ലേ 2 ദിവസം കഴിയുമ്പോൾ ഡൽഹി പോവാൻ. എൻ്റെ വിചാരം എപ്പോഴും കേരളത്തിൽ നിന്നായിരിക്കും കഥ പറയുന്നല്ലേ ഉള്ളൂ, അതും ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്, എന്തായിരിക്കും എന്നുള്ളതൊക്കെ പറയുന്നുള്ളൂ. ഇത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനിയിപ്പം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഡൽഹിക്ക് പോവാം. ഞാൻ നമുക്ക് ഡൽഹിക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ആദ്യമായിട്ട് ഡൽഹി കാണാൻ പോകുന്നു, ക്യാരക്ടറൊക്കെ മാറ്റി വെച്ച് ഡൽഹി എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, അപ്പം പിന്നെ പൊളിക്കാം എന്നുള്ള മൂടായിരുന്നു. അങ്ങനെ പോയപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള 35 ദിവസം വേഗം പോയി. പക്ഷേ ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും ഞാൻ പറയില്ല നല്ല അടിപൊളി മൊമെന്റ്സ് ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തില്ലേ, അതിലുള്ള 35 ദിവസമായിരുന്നു ഡൽഹിയിലുള്ള കിഡ്കി ഗാവ് ദിവസങ്ങൾ. അബിൻ സാറേയും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ശരിക്കും ഇവർ ഭാനു ആണെങ്കിലും റോഷൻ ആണെങ്കിലും ഇവരുടെ ഒരു ഭാഷ എങ്ങനെയാണ്? ഇതൊരു ബൈലിംഗ്വൽ ആയിട്ടാണല്ലോ സിനിമ വരുന്നത്. എനിക്ക് ഹിന്ദി ഡയലോഗുകൾ ഭയങ്കര പാടായിരുന്നു പറയാൻ. ഒന്ന് കാണാണ്ട് പഠിക്കണം. നമ്മളത് അഭിനയിക്കുമ്പോൾ നമുക്ക് ആദ്യം അത് ഓർത്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭാഷ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചത് സിമ്പിളായിരിക്കും, ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും ഹിന്ദി പറയുമ്പോൾ. പക്ഷേ ഞാൻ കുറേ ബുദ്ധിമുട്ടി. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അല്ല, അത് വായിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ഓർത്ത് വെക്കുന്നതിന്റെ പ്രശ്നം. നമ്മുടെ ഭാഷ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം, ഇതെനിക്ക് അങ്ങോട്ട് ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം സഞ്ജാർ പറഞ്ഞു, നീ 1 2 3 4 5 6 എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഇത് ഓർഗാനിക് ആയിട്ട് വരണമല്ലോ ഈ സാധനം. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും ഡെലിവറി? അവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ടായിരുന്നു അല്ലേ? അവിടുന്ന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ശോഭനാജി. മുപ്പത്തിയൊരു ഭയങ്കര അടിപൊളി നന്നായിട്ട് ഡെലിവറി ചെയ്യും. അതൊക്കെ ഹിന്ദി ആണല്ലോ അവരുടെ സ്ട്രോങ് ഭാഷ. അപ്പൊ അവര് ഇംഗ്ലീഷും നന്നായി പറയും. അപ്പം ഹിന്ദി ഭയങ്കരമായിട്ട് അവരുടെ സ്പീഡും അവരുടെ ഒരു റിതം ഉണ്ടല്ലോ, ആ റിതം അവർ കീപ്പ് ചെയ്ത് പറയാം. ഞങ്ങൾക്ക് ആ റിതം ഇല്ലല്ലോ. നമ്മൾ മലയാളം പറഞ്ഞല്ലേ നമുക്കത് പറ്റുള്ളൂ. ഹിന്ദി പറഞ്ഞാൽ നമ്മൾ മറ്റേ പഴയ സുഗമ ഹിന്ദി പഠിച്ച പോലെ. നിങ്ങൾക്ക് അപ്പോഴും അത്രയും കുഴപ്പമില്ല, നിങ്ങൾ ഓൾറെഡി പുതുതായിട്ട് ഡൽഹിയിലേക്ക് വരുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ 2 വർഷം അവിടെ താമസിച്ച ഒരാളാണ്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവൻ ഇവിടെ കാലങ്ങളായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അവിടെ കിടന്ന് വേർക്കും. എങ്ങനെ ഡയലോഗ് പഠിക്കലൊക്കെ എങ്ങനെയായിരുന്നു? ഡയലോഗ് പഠിക്കല് അത് പറഞ്ഞു, ഞങ്ങൾക്കൊരു
എടി ഉണ്ടായിരുന്നു ഹിന്ദിയുടെ രാഹുലിന്റെ മുഖം കാണുമ്പോഴേ പേടിയാവും. പക്ഷെ രാഹുൽ മലയാളി അല്ല, ഹിന്ദിക്കാരൻ. മറാത്തി അല്ല. ആള് രാവിലെ ഇരുത്തി നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ചെയ്ത് ഇമോഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൃത്യമായി പറഞ്ഞു തരും. അപ്പൊ രാഹുലിനെ ഇത് ഷൂട്ട് ചെയ്യുമ്പോ അത്രയും പേടിയില്ല, പക്ഷെ രാഹുലിന്റെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്തിട്ട് പോകാനാണ് എനിക്ക് പേടി. രാഹുലെ വന്നിരിക്കുന്നൊക്കെ പറയും. ഞാൻ ആദ്യമൊക്കെ ഇവരെ എങ്ങനെ ഒഴിവാക്കാന്നൊക്കെ വിചാരിച്ച് സഞ്ജുവേട്ടനാണല്ലോ ഡയറക്ട് ചെയ്തത്, 10 മിനിറ്റ് ടേക്ക് ചെയ്യാൻ സാധ്യത. പക്ഷെ രാഹുൽ വിടൂല്ല, ഉറങ്ങുന്നിടത്തുനിന്നൊക്കെ വിളിച്ചോണ്ട് വന്ന് നാളെ ഹിന്ദിയാണ്. അപ്പോഴേക്കും രാത്രി ഞങ്ങക്ക് ആയി ടെൻഷൻ, ഇനിയിപ്പോ ഞാൻ പഠിച്ചിട്ടേ കിടക്കുള്ളൂ. എന്നിട്ട് എന്റെ കൂടെ ഉള്ളത് കോസ്റ്റ്യൂമറായിട്ട് വന്ന ലീന, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ ലീനനെ അവിടെ ഇരുത്തി ഇതൊക്കെ കേൾപ്പിക്കും. ഓക്കെ, എന്നിട്ടേ ഞാൻ കിടന്നുറങ്ങുള്ളൂ. ഹിന്ദി എങ്ങനെയാ ഞാൻ പഠിച്ചത് വല്ലതും അറിയോ? എന്നിട്ട് ടേക്ക് പോകുമ്പോ എന്നിട്ട് രാഹുലിന്റെ വായിന്നുള്ള ചീത്തയും കിട്ടും. പക്ഷെ അടിപൊളിയായിരുന്നു. ആ പ്രോസസ്സ് ഭയങ്കര രസമായിരുന്നു. നമ്മളവിടെ താമസിക്കുന്നു, നമ്മൾ വലിയൊരു ഹാളിൽ എല്ലാവരും കിടക്കുന്നു. 30 ദിവസം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ജീവിച്ചേട്ടൻ ചോദിച്ചു, നിനക്ക് സെപ്പറേറ്റ് റൂം വേണ്ട, ഞാൻ ഇവിടെ ഓക്കെ. ഫുഡ് നല്ല ഫുഡാണ്, പക്ഷെ നമുക്കത് കഴിച്ചിട്ട് നമുക്ക് മടുക്കും, അതാണ് ബുദ്ധിമുട്ട്. ഒരു 20 ദിവസം വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ. പിന്നെ ഈ തണുപ്പ്, അതായത് 8 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ. അത് അത്രയും തണുപ്പിലേക്ക് എക്സ്പോസ് ആവുന്നത് ആദ്യമായിട്ട്. ഇത്രയും തണുപ്പ് നമ്മളിവിടെ സീനില്ലല്ലോ, എല്ലപ്പോഴും മൂന്നാർ പോകുന്നല്ലേ. ഞാൻ സാമ്പാർ പോലും വെച്ചു. നല്ല ഭക്ഷണം ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ ഹോം സിക്ക് ആയിട്ട് എന്തോ പറ്റുന്നില്ല. ഇവനൊക്കെ ഡൗൺ ആയി പോയി ചെയ്യുന്നത്. കാരണം ഭക്ഷണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ചായ നമുക്ക് നോർമലി നമ്മൾ കാണും കുടിക്കുന്നത് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ലക്ഷറിയാണ് അവിടെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പക്ഷെ ഇതൊരു വേറെ രീതിയിലൊരു എക്സ്പീരിയൻസും സംഭവം ഇതൊക്കെയാണ്. പക്ഷെ അവിടെ ആർക്കും നമുക്ക് പനിയോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പനി ജിബു ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് മെഡിസിൻ. അപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഒറ്റ 8 മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. പലർക്കും പനി, ജലദോഷം. അതിൽ രക്ഷപ്പെട്ട ആള് ഞാൻ മാത്രം. എനിക്ക് പനിയൊന്നുമില്ല. ഞാനാണ് നല്ല എൻജോയ്ഡ് ആയിരുന്നു അവിടെ. എൻജോയ്മെന്റ് ആയിരുന്നു. തണുപ്പായാലും ഞാൻ ആദ്യമായിട്ട് ഇത്രയും കോട്ടൊക്കെ ഇട്ടിട്ട്, ഇവരൊക്കെ പനിച്ചൊക്കെ ഇരിക്കുമ്പോ ഞാനവിടെ നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ബാക്കിയുള്ളവർ പനിച്ചു കിടന്നു. പിന്നെ പ്രോപ്പർ പെർമിഷൻ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഭയങ്കര കൗതുകമായിരുന്നു. ഒരു ഗൊറില്ല ഷൂട്ട് പോലെ അത് നടക്കുള്ളൂ അവിടെ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു പെർമിഷൻ എടുക്കുകയാണെങ്കിൽ അതൊന്നും ആ ഒരു ഡൽഹിയുടെ ഒരു ആ ഫീൽ കിട്ടില്ല. ഇതൊരു ഗൊറില്ല ഷൂട്ട് വരുന്നത് ഷൂട്ട് ചെയ്യുന്ന ആർക്കും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് വേറെ ആൾക്കാരിൽ, ഒരു റാൻഡം ആൾക്കാരുടെ ഇടയ്ക്ക് ഇതേപോലെ ക്യാമറ ആയിട്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു ഇത് എങ്ങനെയായിരുന്നു, റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, എന്താ വെച്ചാൽ ഇപ്പോ നമ്മളിത് ആക്ടേഴ്സിന് ആദ്യം തന്നെ ഒരു രീതിയിൽ ബ്രീഫിങ്ങും അല്ലെങ്കിൽ ട്രെയിനിങ്ങും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും നമ്മൾ ലൊക്കേഷനിൽ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്ലൈമാക്സ് സീനിലായിരുന്നു അത് വളരെയധികം. ക്ലൈമാക്സ് ഡൽഹിയിൽ രാത്രി ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള ഷൂട്ടിങ്, വിന്ററിലുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ്. അപ്പോൾ ആ ക്ലൈമാക്സിൽ നമ്മൾ ഡൽഹിയിൽ നമ്മൾ വെറുതെ രാത്രി ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു സിനിമയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിൽ ആ ക്ലൈമാക്സിൽ ഒട്ടുമിക്ക വന്നിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. മനസ്സിലായി, അവരവിടെ സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം ചില സീൻസിൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബസ് സ്റ്റോപ്പിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു, ഭയങ്കര തണുത്ത ഒരു അന്തരീക്ഷം. അപ്പോൾ ഒരു മഴ പെയ്യുന്നുണ്ട്. മഴ അൺഎക്സ്പെക്റ്റഡ്ലി പെയ്താണ്. നമ്മൾ ഒരിക്കലും മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നു. അത് ആക്ച്വലി ആ സിനിമേനെ വിഷ്വലി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അവിടെ വരുന്നു, 3 പേര് അവർ വരുന്നു. അപ്പോൾ അവർ ഭയങ്കര സംസാരിക്കുന്നു, ഇതാക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു കപ്പിൾസിൽ പെട്ടെന്നൊരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദിസ് തിങ് ഹാപ്പൻഡ്. നമ്മളിതിൽ വേറെ ആക്ടേഴ്സിനെ വിളിക്കുവോ അങ്ങനെ ചെയ്യൊന്നുമില്ല. റിയലി ഹാപ്പൻ. സോ വി കുഡ് ആക്ച്വലി ഗെറ്റ് സം വെരി ബ്യൂട്ടിഫുൾ ഇൻസ്റ്റൻസസ് ലൈക്ക് ദാറ്റ് ഫോർ ദ ഫിലിം. ഓക്കെ, റോഷനെയും ബാനുവിനെയും ആണെങ്കിൽ തന്നെ എങ്ങനെയാണ്? ഇപ്പൊ ലാസ്റ്റ് 2 ഡേയ്സിന് മുന്നെയാണ് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഇവരുടെ ഒക്കെ ഒരു കാസ്റ്റിംഗ്? എങ്ങനെയായിരുന്നു? കാരണം ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം എന്ന് കേട്ടിട്ടുണ്ട്.
അതെ 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 അല്ല 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 ഇത് റോഷനും ഭാനും ആക്ച്വലി ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. കാരണം ഭാനു കെയിം ഓൺ ബോർഡ് വെരി ലേറ്റ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു മൊമെന്റ് മുതൽ ദ സ്ക്രിപ്റ്റ് ഇസ് വിത്ത്. ഇപ്പോൾ ഭാനുവിനെ എപ്പോഴും നോക്കണമെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ ഒപ്പം മാത്രമേ കാണുള്ളൂ. അവർ ഏകദേശം ആ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള രീതിയിൽ ഇതാക്കി. അപ്പോൾ എനിക്ക് കൊണ്ട് ഐ തിങ്ക് ഈ ഒരു നമ്പർ ഓഫ് ഡേയ്സ് മുഴുവൻ അവർ ആ സ്ക്രിപ്റ്റിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി വെരി ഹെൽപ്ഫുൾ ഫോർ us. കാരണം ഓൾസോ റോഷൻ വാസ് ഓൾസോ വെരി നൈസ് ഇൻ ദ സെൻസ് വെരി, കാരണം ആ ഒരു ക്യാരക്ടറിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് ഇറ്റ് വാസ്. ആൻഡ് ദേ ആർ സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷേ ദാറ്റ് കെമിസ്ട്രി ബിറ്റ്വീൻ ദം ബ്ലോസംഡ് വെരി നൈസ്ലി. ഭയങ്കര രസമായിട്ടുള്ളൊരു കെമിസ്ട്രി ആയിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിവ് ആൻഡ് ടേക്കോ, സൈലൻസസോ പോസസോ, ഡയലോഗ് ഡെലിവറി. അപ്പോൾ ആ രണ്ടുപേരും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അല്ലെങ്കിൽ കെമിസ്ട്രിയും അണ്ടർസ്റ്റാൻഡിങ്, ഇത് വളരെ വളരെ മനോഹരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജനറലി ആ ഒരു സ്ക്രിപ്റ്റിൽ ചെറുതായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു സം ഇംപ്രൂവൈസേഷൻസ് ഓൺ ദ സ്പോട്ട്. Maybe like to do certain like above and beyond the script. So they were actually perfect actors for that, you know. So not just the written word, but we can go somewhere beyond, somewhere unexplored. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു ടാക്ടിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അല്ല, റോഷനെ നമ്മളെപ്പോഴും ഡാൻസറൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സിനിമകളിലാണെങ്കിലും നമുക്ക് ഒരിക്കലും റോഷനെ ഒരു ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ഭയങ്കര ക്യൂട്ട് പയ്യൻ എന്നുള്ളൊരു ഇതാണല്ലോ. ശരി. റോഷനെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിന് ഒരു ഇന്നസെൻസ് ആണ് അതിൽ ഒരു അപ്പോൾ ഐ കുഡ് ആക്ച്വലി ഫൈൻഡ് ദറ്റ് ഇന്നസെൻസ് ഇൻ റോഷൻ. So and this was it was as if the character was written for Roshan, although we didn't plan it like that. അപ്പോൾ റോഷൻ നമ്മളതിൽ ബിഗിനിങ്ങിൽ ഒരു ചെറിയൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ മുമ്പ് ചെറിയൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ ഒരു ഇതുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഡൽഹിയിൽ പോയിട്ടായിരുന്നു അതിൻ്റെ ഒരു മൊത്തം. അപ്പോൾ റോഷൻ വാസ് ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ്, അതിൻ്റെ ഒരു ബിഗിനിങ് മുതൽ എന്തുവരെ ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. കാരണം അതിൽ പല വളരെ ഇമോഷണൽ പാലറ്റ് വളരെ ഇതുണ്ട്. കാരണം ചില സ്ഥലത്ത് സൈലൻസസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതൊന്ന് കൺവേ ചെയ്യാനും അത്തരത്തിലുള്ള സംഭവം. പക്ഷേ ഹി കുഡ് ഡു ഇറ്റ് വണ്ടർഫുള്ളി. ഒപ്പം ആരതി എന്നുള്ളൊരു ആരതിയും കൂടെ ഉണ്ട് അല്ലെ, പ്രധാന വേഷം രണ്ട് കഥാപാത്രം, ആരതിയും പിന്നെ ജിതേഷിന്റെ കഥാപാത്രം ഇവർക്കൊപ്പം തന്നെ സുപ്രധാന വേഷം ചെയ്തത്. ജിതേഷിന് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് IFFKയില്. IFFKക്കൊക്കെ മുന്നേ ഡെലിഗേറ്റ് ആയിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പൊ 2 സിനിമയായിട്ടാണ് പോകുന്നത്. ഇന്നത്തെ പടം അത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞങ്ങളുടെ ബാച്ചിലെ ആളുകൾ ചേർന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ സംവിധായകനാവുകയും പ്രൊഡ്യൂസറാവുകയും ചെയ്തൊരു വർക്കാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും നമ്മുടെ ജൂനിയർ ബാച്ചിലെ ആദർശൊക്കെ അങ്ങനെ അവരാണ് ചെയ്തത്. അത് രഞ്ജു തന്നെയാണ് അത് ഷോൾഡർ ചെയ്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഓണാക്കി അത് ചെയ്ത് അത് IFFKയിൽ എത്താൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്തു. അത് കൃത്യം അവിടെ എത്തുകയും ചെയ്തു എന്നുള്ള. ഓക്കെ, ജിതീഷ് ആക്ച്വലി ഒരു ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റ് പാത്തിലാണ് എന്ന് തോന്നുന്നുണ്ടോ? സ്ട്രഗ്ലിങ്ങിലാണ്. പക്ഷേ എൻ്റെ ഇതിപ്പം സഞ്ജുസാറിൻ്റെ വർക്കാണ്. ഞാനൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആദ്യത്തെ സിനിമ സഞ്ജുസാറിൻ്റെ വർക്കാണ്. അപ്പോൾ അതിനുശേഷമാണ് ഷോർട്ട് ഫിലിം സിംറ്റംസ് ഓഫ് ലവ് എന്ന് പറയുന്ന മുൻപ് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു. അതിലും അങ്ങനെ ഒരു കുറച്ച് വർക്കാണ് കുറച്ച് ആളുകളിലേക്ക് കൂടുതൽ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴേ ഇപ്പോൾ സിനിമയിലേക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആക്സസ് ഇച്ചിരൂടെ അടുത്താണെന്ന് തോന്നിയിട്ടുണ്ടോ ജിതീഷ്? അടുത്താണെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ്, ഓരോ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. എനിക്കങ്ങനെ അത്ര പെട്ടെന്നല്ല സിനിമ സംഭവിച്ചത് അതിലേക്ക് എത്തുന്നത് എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഓർഗാനിക് ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. പാരലി എനിക്ക് വരുന്ന അവസരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, ഇതിൽ നിന്ന് തന്നെ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുക, ജീവിക്കുക, വീണ്ടും ഇത് തന്നെ അന്വേഷിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ബെറ്റർ ആയിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സ്. ഇപ്പോൾ ഭാനുപ്രിയയുടെ ആണെങ്കിൽ ഇപ്പോൾ കനിമൊഴി മാം സംസാരിക്കുന്നുണ്ട് പുറം ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം. പുറം ഷോർട്ട് ഫിലിമിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം സത്യസാറിൻ്റെ കൂടെ
മദ്രാസ് മാറ്റിനിയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ആ കഥയുടെ കൂടെ പോകുന്നുള്ള ഒരാളാണ്. അപ്പോൾ തമിഴിലേക്കൊരു എൻട്രി എങ്ങനെയായിരുന്നു വന്നതും അവിടെ ഒരു സ്പേസ് കിട്ടിയതൊക്കെ എങ്ങനെയായിരുന്നു? തമിഴിലേക്ക് പുറം വഴി തന്നെയാണ്. ഈ പുറത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് ഞാനൊരു പ്രൊമോ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിലീസാകുമായിരിക്കുമെന്ന് വിചാരിച്ച് അന്ന് പ്ലാൻ ചെയ്തൊരു സോങ് ആയിരുന്നു. ആ സോങ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഔട്ട് ചെയ്തത് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ പാട്ട് ഈ പുറം ചെയ്ത മദ്രാസ് മാറ്റിനിൻ്റെ ഒക്കെ ഡയറക്ടറായ കാർത്തികേയൻ മണി കണ്ടു. അപ്പോൾ മൂപ്പര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക ചെയ്തേ. അപ്പോൾ ഇങ്ങനെ കണ്ട് മെസ്സേജ് അയച്ചപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടു, വിഷ്വൽസ് കൊള്ളാം. അപ്പം ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ഉണ്ട്, പുറനാനൂറ് എന്ന് പറഞ്ഞ സംഘകാല ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ എനിക്കത് മാത്രം മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞതും അയാളത് എക്സ്പ്രസ് ചെയ്തതൊക്കെ. ഭയങ്കര എന്നുവെച്ചാൽ ആൾക്ക് ഭയങ്കര വിഷൻ ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച്. ഇങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ, ഇങ്ങനെയാണ് എൻ്റെ ആ ക്യാരക്ടറിൻ്റെ പ്ലേസ്മെൻറ്റ്, ഫേസ് എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഓക്കെയും പറഞ്ഞു. അങ്ങനെയാണ് പുറം ചെയ്യുന്നത്. പിന്നെ കനിമൊഴി മാമൊക്കെ അവരുടെ ഇവരെ കാണിച്ചു, ഗവൺമെൻറ്റിനെ കാണിച്ചു. പിന്നെ ആ ഒരു ലിറ്ററേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എവിടെ ആക്ടർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരാൻ പറ്റിയില്ല. അന്ന് കോവിഡൊക്കെ ഏകദേശം ഇങ്ങനെ തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അവരിവിടെ വേണമായിരുന്നു, നന്നായി പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അത് ഞാൻ വെട്ടിക്കൂട്ടി ഇൻസ്റ്റഗ്രാമിലിട്ടു. പറ്റില്ല. അതിനുശേഷമാണ് പിന്നെ ഈ പറഞ്ഞ മദ്രാസ് മാറ്റിനി സംഭവിക്കുന്നത്. മദ്രാസ് മാറ്റിനിയിലും പറഞ്ഞിരുന്നത് ലീഡ് റോള് തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു വെട്ടിക്കൂട്ടൽ നടക്കുമല്ലോ. അങ്ങനെ ക്യാരക്ടർ കഴിഞ്ഞു പോയി. പക്ഷേ പിന്നെ സർപ്രൈസിംഗ്ലി സംഭവിച്ചതായിരുന്നു എനിക്ക് ഓക്കെ മറ്റേ ക്യാരക്ടർ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. സത്യരാജ് സാറിൻ്റെ കൂടെ മാത്രമുള്ള കുറച്ച് സീനുകൾ അത് ഈ പറഞ്ഞ പോലെ വേൾഡ് ടു മീ അങ്ങനെയായിരുന്നു. സാറിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. ഇപ്പൊ സഞ്ജു സാറാണെങ്കിലും ദേശീയ പുരസ്കാര ജേതാവാണ്. അപ്പൊ സഞ്ജു സാറ് വിളിച്ചപ്പോ ഫസ്റ്റ് സഞ്ജു സാറിന്റെ പ്രൊജക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ എന്റെ അടുത്ത് പറയുന്നത് അഭിജ ശിവകല അഭിജയിച്ചയാ. അപ്പം ഞങ്ങൾ ചാൾസ് എന്റർപ്രൈസസിൽ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു രേഖാരാജിന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, രേഖാരാജിനെ അറിയാം, രേഖാരാജ് എഴുത്തുകാരിയാന്ന് എനിക്കറിയില്ല, ഇവരെന്ത് പ്രൊജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആള് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്, അപ്പൊ നീ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഓഹോ ദേ ഇതാണല്ലേ ഡയറക്ടർ. അങ്ങനെ ഞാൻ അറിയുന്നേ. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെയും കുറെ കുട്ടി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇവര് കഥ പറയുന്നതിൻ്റെ ഇടയിലൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ കുട്ടി ക്യാരക്ടർ എന്തെങ്കിലും ആയിരിക്കും, ക്യാരക്ടർ ചെയ്യാന്നുള്ളതല്ലേ നമുക്കുള്ളൂ, വേഷം കിട്ടുക എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷെ പിന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് പിന്നെ അങ്ങോട്ടെല്ലാം അത്ഭുതങ്ങളായിരുന്നു. സഞ്ജു ചേട്ടൻ ഏതും ചെയ്യുന്നു, അല്ലാതെ നാഷണൽ അവാർഡ് കിട്ടുന്ന ഡോക്യുമെൻ്ററി ചെയ്യുന്നു. ശരിക്ക് ഈ സിനിമ കല എന്നുള്ളൊരു സംഭവത്തെ വാണിജ്യപരമായിട്ട് നോക്കിക്കാണുന്ന ഒരു മേക്കറയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല, നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു സിനിമ അല്ല, ഐ നെവർ ട്രൈ ടു കോംപ്രമൈസ് ഇൻ എനി വേ. See, we try to make films so that there is a certain development of films. Something new happens in cinema, something exciting. നമ്മൾ ആദ്യം ചെയ്തതിന് കൂടിയാട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആണ്, കപില എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററി. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് എ ഡോക്യു ഫിക്ഷൻ പോലെ. ആൻഡ് ഇറ്റ് വൺ ദി നാഷണൽ അവാർഡ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വിഷൻസ് ഡുറിയിൽ ഇറ്റ് വൺ ദ സ്പെഷ്യൽ മെൻഷൻ. അപ്പോൾ ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. പിന്നെ അതിന് ശേഷമാണ് ഫീച്ചർ ഫിലിം ആയിട്ട് ഏതൻ ചെയ്യുന്നത്. അപ്പോൾ ഏതൻ ആ സമയത്ത് ഹരീഷിൻ്റെ കഥകൾ ഞാൻ ആ സമയത്താണ് വായിക്കേണ്ടായിരുന്നത്. ഞാൻ KR നാരായണനിൽ പഠിപ്പിക്കുകയായിരുന്നു കോട്ടയത്ത്. അപ്പോൾ ഹരീഷിൻ്റെ കഥകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ടൊരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹരീഷിനെ കാണുകയും സംസാരിക്കും, ആ ഒരു പ്രൊജക്റ്റായിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു 3 കഥകൾ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഖിഡ്കിഗാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചെയ്യുന്നതും ഇതൊക്കെ. അപ്പോൾ ഇത് ഇൻസ്റ്റൻസ് ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിറാക്കിൾ ടു ഡു ദ ഫിൽംസ് വിച്ച് യു ലൈക്ക് ടു ഡു ഓർ വിച്ച് എക്സ്പ്ലോസ് ആർട്ട് ഓർ സിനിമ in a different way. But this film, the shooting was very good. I'm saying ഇത് ഇപ്പോൾ ഏതൻ കുറച്ചും കൂടി ടഫ് ഫിലിമായിരിക്കും. പക്ഷേ ഇത് ഷൂട്ട് ചെയ്തെടുക്കാൻ ഇത് കുറേ കൂടി ബുദ്ധിമുട്ടായിരുന്നു, ഈ ഒരു പടം ഷൂട്ടിംഗ് പ്രോസസ്സും. കാരണം ആ ലൊക്കേഷൻസ് തന്നെ ഭയങ്കര ടഫും ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ടീം ഗംഭീര ടീമായാലും വി കുഡ് ആക്ച്വലി മാനേജ് ഇറ്റ്. നേരത്തെ ഞാൻ ജിതേഷിനെ കുറിച്ച് പറയാൻ വന്നു. അപ്പോൾ Jitesh was throughout the shoot, beginning മുതൽ end വരെ. അപ്പോൾ once you see the film, you can see that when he comes on screen, there's a grace for the whole thing.
It's very beautiful. Like that segments are, it's like a beautiful story in itself. His segments or his sequences when it comes out. So, ഇത്തരത്തിൽ കലാപരമായിട്ടുള്ള സിനിമകൾ ശരിക്കും ഒരു പാരലായിട്ട് തന്നെയാണ് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഒരു മേക്കർ എന്ന രീതിയിൽ. കാരണം ഇത്തരം സിനിമകൾ ഫെസ്റ്റിവൽ വേദികൾക്കല്ലാതെ തിയേറ്ററുകളിലേക്ക് നമുക്ക് സാധാരണ ഓഡിയൻസിലേക്ക് ഈ സിനിമകൾ എത്തപ്പെടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് ആക്ച്വലി അത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സിനിമകൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്കോ സിസ്റ്റമോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ IFFKക്ക് ശേഷം ഞാനിതൊന്ന് ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റഡ് തിയേറ്റർ റിലീസ്. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ റിസോഴ്സസ് ഓഫ് പീപ്പിൾ ഓർ ദ നെറ്റ്വർക്ക്, ബിക്കോസ് നോബഡി അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റമോ അത്തരത്തിലുള്ള സംഭവം പറയുമ്പോൾ കേരളം വളരെ മനോഹരമായിട്ടൊരു ഫിലിം കൾച്ചറും അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഓഡിയൻസ് ഒക്കെ ഉള്ള സ്പേസാണ്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഒരു ചെറിയ തിയേറ്റേഴ്സ് ഇത്തരത്തിലുള്ള സിനിമകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസുകളോ അത്തരത്തിലുള്ള പ്രൊവിഷൻസോ ഇതൊന്നുമില്ല. അപ്പോൾ വി ഹാവ് ടു വർക്ക് ഫ്രം സീറോ ആൻഡ് ഹോപ്പ് ദാറ്റ് സം മിറാക്കിൾ ഹാപ്പൻസ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും ആക്ച്വലി ഇത് ഒരു നിർമ്മാണ പങ്കാളിത്തവും? ഒരു പ്രൊജക്റ്റിന് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോറി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പോൾ ഞാനത് എല്ലാ വിൻ്ററിലും ഇത് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വട്ടം ആ പ്രൊഡ്യൂസർ എല്ലാം സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ദിസ് പേഴ്സൺ ഡിസൈഡഡ് ടു ബാക്ക് ഔട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും പടം ചെയ്യാൻ ഇത്രയില്ല. അപ്പോൾ ഞാൻ ഡൽഹി പോകുന്നു. നമ്മളിതൊരു ടീം വർക്കാണ്. അപ്പോൾ വി ഗ്യാതേർഡ് ഓൾ അവർ റിസോഴ്സസ് ആൻഡ് വി പ്രൊഡ്യൂസ് ഇറ്റ് അവർസെൽഫ്. അപ്പോൾ ഇതിൽ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പോൾ HODs മുതൽ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ അവിടെ ആദ്യം ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ പതുക്കെ ലൊക്കേഷൻസ് നോക്കുന്നു, പിന്നെ പതുക്കെ സിനിമാറ്റോഗ്രാഫർ വരുന്നു, മനീഷാണ് ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോൾ ടീം വരുന്നു, അവിടെ സ്പേസ് സെറ്റ് ചെയ്യുന്നു, പിന്നെ ഈ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഡൽഹിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ റൂം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാം. പക്ഷെ ആ റൂം കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങൾ അവിടെ നോക്കാത്ത സ്ഥലങ്ങളില്ല. മറ്റേ നോയിഡ മുതൽ അവിടെ, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവർ ഒന്നെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രശ്നങ്ങളോ പല കാര്യങ്ങളും അവർ എല്ലാം റിജക്ട് ചെയ്തിട്ട് പെർമിഷൻ കിട്ടാൻ പിന്നെ അവർ ഞങ്ങളുടെ ഇവിടെ നോയിഡ ഭാഗത്തൊരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ നല്ല രസമുള്ള സ്ഥലം, നമുക്ക് ക്യാമറമാന് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ സ്പേസ് ഷൂട്ട് ചെയ്യാന്നുള്ളതിൽ. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു 50,000 രൂപ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു റെസിഡൻസ് അസോസിയേഷന് വേറെ 50,000 കൊടുക്കണം, പിന്നെ പോലീസിന് 1,00,000 രൂപ കൊടുക്കണം, പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു, അവരൊന്നും ചെറിയ പാർട്ടി പോലെ എന്തെങ്കിലും. പിന്നെ ഇതിങ്ങനെ നിൽക്കില്ല, ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ബാഗ് അവിടെ നിന്ന് ഓടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ഫിലിം ഫ്രണ്ട്ലി സിറ്റി അല്ല. നമ്മൾ കേരളത്തിലാണെങ്കിൽ പിന്നെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സഞ്ജു സുരേന്ദ്രനിൽ നിന്ന് നമുക്കൊരു പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമ പ്രതീക്ഷിക്കാമോ? നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? അല്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊരു ആ ഫിലിമിൻ്റെ ഒരു ഫോം എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കുന്നതും ഇതൊക്കെ. അപ്പോൾ അല്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയുടെ മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ക്വിൻറ്റിൻ ടാരന്റിനോൻ്റെ ഫിലിംസ്, പൾപ്പ് ഫിക്ഷൻ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതൊരു വളരെ മെയിൻ സ്ട്രീം സിനിമയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കിട്ടിയതാണ് ഈ പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞുള്ള സിനിമ. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇപ്പോൾ ആർട്ട് ഹൗസോ അല്ലെങ്കിൽ പാരലോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആണെങ്കിലും സിനിമയുടെ മൂവ്മെൻറ്റിനെ എങ്ങനെ അത് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു സിനിമയുടെ ലാംഗ്വേജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ. സോ ദിസ് ഈസ് ദി ഐഡിയ. അപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ള ഫ്രെയിം വർക്ക് എന്തായാലും നമ്മൾ അത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. ബാനു അതേപോലെ ചെറിയ ഒരുപാട് വർക്കുകൾ മുന്നേ ചെയ്തിരുന്നു, സിനിമകളിൽ ചെയ്തിരുന്നു. എങ്കിലും ഇവിടെ നമ്മുടെ ഈ ഒരു സ്പേസിൽ നിലനിൽക്കുക എന്നുള്ളത് എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയുള്ള ഒരു കാര്യമാണ്? നല്ല ചലഞ്ചിങ് ആണ് അത്. നമ്മുടെ ഭാഗത്തെ മാത്രം കാര്യമല്ല, അത് കയ്യിൽ കിട്ടിയാലും നിൽക്കില്ല, അങ്ങനെയുണ്ട്. നമ്മൾ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, ഓഡീഷൻസിൽ നന്നായി ചെയ്യാൻ പറ്റി, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, വിളിക്കുമെന്ന് വിചാരിച്ചാലും അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്. അപ്പോൾ
ഇതെങ്ങനെയാണ് ഈ പരിപാടി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ആ ട്രാക്കിലേക്ക് എല്ലാ ട്രാക്കിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതിന് ലക്ക് എന്നാണോ പറയുക, എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ സംഭവിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ കൂടെ നമ്മളിപ്പുറത്ത് നമുക്ക് പോകാനുള്ള വഴി വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് നമ്മളിതിനെ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ കീപ്പ് ഓൺ ട്രൈയിങ്ങോ അതിനെ നമ്മളിങ്ങനെ എപ്പോഴും ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്രോസസ്സ് നിർത്താതിരിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈവായിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം IFFK ആണ് ഇപ്പം എനിക്കിനെ നെക്സ്റ്റ് വേറൊരു സാധ്യത ഓപ്പൺ ആവുമെങ്കിൽ അവിടെ നിന്നായിരിക്കും. അപ്പം ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്ന IFFK പോവുക, എല്ലാ ദിവസവും ചെല്ലുക, അത് ഫുൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. സഞ്ജു ചേട്ടനാണെങ്കിലും സഞ്ജു ചേട്ടൻ പറയുന്ന സിനിമകളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സിനിമകളിൽ നമ്മളൊരു ആർട്ട് കൊടുക്കുവാണ് പ്രേക്ഷകന്. അപ്പോൾ അതിൽ തൻ്റേതായാലൊരു സ്റ്റാൻഡ് എപ്പോഴും വേണമെന്ന് വിചാരിക്കാറുണ്ടോ? ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിനിമയിൽ സെർട്ടൻ ഡിഫറൻസ് വി ഹാവ് ടു മേക്ക് ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വെൻ ഇപ്പോൾ ഹി ഓർ ഷീ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്, ഇറ്റ് ഈസ് ആസ് ഇഫ് ദിയർ മൗത്ത് ഇസ് ടൈഡ് ബൈ എ ടവൽ ആൻഡ് ദെൻ ദേ ആർ ട്രൈങ് ടു സ്പീക്ക്. So you actually tell hints about the whole story rather than the whole story. So this is actually a bit difficult. Otherwise, to understand the world or comprehend it, it's and to come to a certain solution. The filmmakers are not solution providers, but they actually provoke certain questions in you or evoke certain sensations in you. I think that is a kind of way I'm trying to look at it. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അണ്ടർലൈങ് ആയിട്ടുള്ള രീതിയിൽ വളരെ സട്ടിലായിട്ട് പല സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വി ട്രൈ ടു ഇപ്പോൾ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സോ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സിറ്റിയിലേക്ക് നമ്മൾ ചെന്നുപെടുന്നു, അപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്നുള്ള രീതിയിലും, ഒരു നോർത്ത് സൗത്ത് കൾച്ചറൽ ഡിവൈഡ്, അങ്ങനത്തെ ഒരു കൾച്ചറൽ ഡിഫറൻസും സാധനങ്ങളും, പിന്നെ ഒരു ഹോംലെസ്നെസ്സിൻ്റെ ഒരു സാധനം, ഒരു അർബൻ എലിനേഷൻ, പിന്നെ കണ്ടംപററി റിലേഷൻഷിപ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ ഇങ്ങനെ പല ടേക്സ് ഉണ്ട് ആ ഒരു സിനിമയിൽ. അപ്പോൾ ഈ ഒരു പല ലേയേഴ്സ് ആയിട്ടുള്ള രീതിയിൽ സിനിമേനെ ഇങ്ങനെ കോർത്തി നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഈ IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നിമിഷത്തിലാണ്. അപ്പോൾ 3 പേർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്.